പാത്തുനൊന്നൊരു ഉമ്മ കൊടുത്തേ കാണട്ടെ. ഫാമിലിക്ക് മാത്രം കിട്ടിയത് 10.5 മാറ്റാണ്. അങ്ങനല്ല, ഇതിനെ മാറ്റിട്ട് എടുക്കുവായിരുന്നു. യമുനയുടെ കണ്ണൂർ ഭാഷ കേൾക്കാൻ ഒരുപാട് പേര് കാത്തിരിക്കണ്ടെന്ന് പറഞ്ഞു. കണ്ണൂർ ഭാഷയില് 2 വാക്ക്. അതൊന്നല്ല ചോദ്യം, നിന്റെ മോളെ ബർത്ത്ഡേ വീഡിയോ എപ്പോ വരും? ഇത് പാത്തുന്റെ സ്പെഷ്യൽ ചെമ്മീൻ ഫ്രൈ ആണ്. പാത്തുന്റെ ഉമ്മാടെ ഒരു പ്രത്യേക റെസിപ്പിയാണ്. ഞാനില്ലേ ആകെ ഒരു ലിപ്സ്റ്റിക് മാത്രമേ ഉള്ളൂ എന്റെ നോക്കട്ടെ. എന്നെ കണ്ണാടിയിൽ ഞാൻ രാവിലെ മുതൽ നോക്കിട്ട് എന്താണ് അവിടെ വൃത്തിയുണ്ട്. ഞാനിവിടെ ഇത്രയും മേക്കപ്പ് ചെയ്തിട്ടുള്ള ഒരുമിച്ച് അടുത്തിരുന്ന 1 2 3 ആക്ഷൻ. ഗൈസ്, നമ്മൾ ഈ ആഴ്ച വെറുപ്പിക്കാൻ നമ്മൾ സമീലിക്കയുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇവിടെ പാത്തും മറ്റം വലിയ ചെമ്മീൻ വറുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാനാണ് പ്ലാൻ. പക്ഷെ ഞങ്ങൾ പറഞ്ഞു ചെമ്മീൻ ബിരിയാണി തൽക്കാലം ഉണ്ടാക്കണ്ട, ചെമ്മീൻ കഴിക്കുമ്പോ തന്നെ ഒരുവിധം വയറിയും. പിന്നെ നമ്മൾ കുറച്ച് ഫുഡൊക്കെ മറ്റേ സാലഡൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. മറ്റേ എന്താടാ അങ്ങനെ ചോദിച്ചു ഞാൻ ഇപ്പൊ പറയാ, അത് എനിക്കും അറിയില്ല. ചേട്ടൻ ആക്കിക്കൊണ്ടിരിക്കുന്നു. ചേട്ടൻ രാവിലെ 11 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ എത്തി. നമ്മളിങ്ങനെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. വീക്കെൻഡ് ആയതുകൊണ്ട് നമുക്ക് എല്ലാം ലേറ്റ് ആണല്ലോ. പാത്തുന്റെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പിക്ക് ചെയ്ത് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ പാത്തു ഇവിടെ മീൻ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പാത്തുന്റെ സ്പെഷ്യൽ ചെമ്മീൻ ഫ്രൈ ആണ്. പാത്തുന്റെ ഉമ്മാടെ ഒരു പ്രത്യേക റെസിപ്പിയാണ്. ചുമ്മാ കിടക്കട്ടെ. ഇന്ന് ആരൊക്കെ നല്ല സ്മെല്ല് കേട്ടോ. ഞാൻ ഇതിനകത്ത് എന്തൊക്കെയാണ് മാരിനേഷൻ സ്പെഷ്യൽ റെസിപ്പി എന്നൊക്കെ വെറുതെ മഞ്ഞളും മുളകും ഉപ്പുള്ളൂ. വെറുതെ മഞ്ഞളും മുളകും. എല്ലാരും അങ്ങനെ തന്നെ ചെമ്മീൻ പൊരിക്കാൻ ചേട്ടാ. അല്ല, ഇത് പക്ഷെ ഉമ്മാടെ കൈപുണ്യം പാത്തുന്റെ ഉണ്ടല്ലോ, അത് നമ്മൾ എടുത്തു പറയണം. വെറുതെ എന്തിനാ എന്റെ ഉമ്മേനെ ഇതിന്റെ അകത്ത് വലിച്ചിടുന്നതാണ് പാത്തു മനസ്സിൽ ഇപ്പൊ വിചാരിക്കുന്നത്. ഇന്ന് ആരൊക്കെ വരും പാത്തു പിടിക്കും? ഇന്ന് എല്ലാരും വരും. ആരെ വിളിച്ചേ? അജയ് ചേട്ടൻ, രാകേഷ് ചേട്ടൻ വരും, പിന്നി, യമു എല്ലാരും ഉണ്ടാവും. അതെ, അപ്പൊ എല്ലാം സെറ്റാണ്. അയ്യാ എന്റെ മേക്കപ്പ് ചെരുപ്പ് നിനക്ക് കറക്റ്റാ? ശരിക്കും അല്ലല്ല, അത് ഇട്ടോ വീട്ടിലിടുന്ന ചെരുപ്പന്നെ. രാകേഷ് ചേട്ടനാണ് ശരിക്കും 11 o'clock എന്ന് പറഞ്ഞാൽ. രാകേഷ് ചേട്ടനെ കാണാനില്ല. സത്യം. വാട്ട് ഈസ് ദിസ് ബിഹേവിയർ? പാത്തുടെ എസ്തെറ്റിക് ആയിട്ട് ഗ്ലാസുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചേട്ടാ നല്ല വൃത്തിക്ക് ഞാൻ അറേഞ്ച് ചെയ്തിട്ട് തരാം. നിങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യും. ഗൈസ്, നമ്മളപ്പോ ഇപ്പൊ സമീലിക്കയുടെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാരും ഇവിടേക്ക് ഇന്ന് വരുന്നതായിരിക്കും. നമ്മളെല്ലാരും കൂടി ഇന്ന് ഇവിടെ ഒരു ഓവർനൈറ്റ് സ്റ്റേ പരിപാടിയാണ്. രാത്രി എല്ലാരും ചിലപ്പോൾ നിൽക്കില്ല, പക്ഷെ രാത്രി ഒരുപാട് വൈകിയായിരിക്കും എല്ലാരും പോവുക. അപ്പൊ എന്തായാലും ഇന്ന് നമ്മൾ ഇവിടെ ആയിരിക്കും നിൽക്കുന്നത്. ഇന്ന് ഇവിടുത്തെ പരിപാടികളും സംഭവങ്ങളും ആയിട്ടുള്ള ഒരു ഫ്രണ്ട്സ് ഗ്യാതറിംഗ് സംഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ വരാൻ പോകുന്നത്. അതിനുള്ള പ്രിപ്പറേഷൻ ആണ് അടുക്കളയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വി ആർ എക്സൈറ്റഡ് ഗൈസ്. നമ്മൾ മാംഗോ ജ്യൂസ് സെറ്റ് ചെയ്തോണ്ടിരിക്കുക. നമ്മളല്ല, പാത്തു സെറ്റാക്കി ഞാൻ ട്രൈയിലേക്ക് എടുത്ത് വെക്കുന്നു. ഭയങ്കര ചേട്ടനതെടുത്ത് ടേബിളിൽ വെക്കും. ഓ, ഞാൻ രാജേഷ് ചേട്ടൻ അതെടുത്ത് കുടിക്കുന്നതായിരിക്കും. അങ്ങനെയുള്ള വിചാരിക്കുക. ഇവിടെ സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് പഠിക്കാം. തെലുങ്കല്ല, കന്നഡ. ഇവൻ നിനക്ക് കന്നഡ കൊത്തുവോ? എനിക്ക് കൊത്തൂലടാ. വാൾനട്ട്, വാൾനട്ട് ഹെൽത്തി ഇതല്ലേ നമ്മളുടെ ഇവിടെ എല്ലാവർക്കും. നമ്മളെ കൂട്ടത്തിൽ എല്ലാരും ഇപ്പം ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ്. എന്തായിരുന്നു ഒരു ടൈമില്? പണ്ട് നമ്മള് എപ്പോ കൂടുമ്പോഴും മറ്റേ ലിമോ പിസ്സ, ആ മറ്റേ വലിയ പിസ്സ ഇല്ലേ, ആ ട്രെയിൻ പോലിരിക്കുന്ന സാധനം, അതായിരുന്നു സ്ഥിരമായിട്ട് നമ്മൾ ഓർഡർ ചെയ്യുന്നത്. പെപ്സി, അതായത് ഫാസ്റ്റ് ഫുഡ്. സ്ഥിരമായിട്ട് ഓർഡർ ചെയ്തോണ്ടിരുന്നു. ഇപ്പൊ അതൊന്നും ആരും കഴിക്കലും ഇല്ല, വാങ്ങിക്കലും ഇല്ല. എങ്ങനെ കഴിച്ചു നമ്മൾ ആലോചിച്ച് ഇപ്പൊ അതിന് പകരമുള്ള ചേഞ്ച് കാണുന്നത് കപ്പലണ്ടി, പിസ്ത, വാൾനട്ട്, ബദാം, നടുക്ക് എന്തൊരു പൂക്കളത്. പൂക്കള് നമുക്ക് ഇടാം. നമുക്ക് നടുക്ക് സീഡ് ഇടാം. നമുക്കൊക്കെ വയസ്സായി എന്നാണ് ഇൻഡയറക്ട്ലി നമ്മൾ മനസ്സിലാക്കണേ. അല്ല, ഹെൽത്ത് കോൺഷ്യസ് ആവുന്നത് വയസ്സായി എന്നുള്ള അർത്ഥം. ഗൈസ്, നമ്മൾ സറഫിനെ വിളിച്ചോണ്ടിരിക്കുക, രാകേഷിനെ വിളിച്ചോണ്ടിരിക്കുക. രണ്ടുപേരും ഫോൺ എടുക്കണില്ല. എവിടെ തിന്ന് ദൈവം തമ്പുരാന് മാത്രം അറിയാം. ഗൈസ്, അങ്ങനെ നമ്മളുടെ സറഫും വിന്നയും രണ്ടുപേരും അതീവ സുന്ദരനും സുന്ദരനുമായി എത്തിയിരിക്കുകയാണ്.
നിനക്ക് 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് 1 മണിക്കൂറായല്ലോ. അപ്പൊ ഇറങ്ങിയില്ല. വിനി ദീദി എന്താണ് വിശേഷം? സുഖം. നല്ല ടീഷർട്ട് ഞങ്ങൾ സ്റ്റൈല് എവിടെ നിന്റെ ബാഗൊക്കെ എവിടെ? ഇന്ന് രാത്രി നമ്മൾ ഇവിടെ നിക്കണേ, നീ അറിഞ്ഞില്ലേ? ചെമ്മീൻ ബിരിയാണി ഇതിടെ മണം പിടിച്ചു വരുന്നു. പിന്നെ എന്ത് എന്ത് ചെമ്മീന്റെ മണം കിട്ടി. അത് ഞാൻ കഴിച്ചിട്ട് വാങ്ങെടുക്കാത്ത ഇത് ഇത് നീ ഇട്ട് കാണിക്കണ്ട. പിന്നെ നിന്നെ കണ്ട കണ്ണെടുക്കാൻ തോന്നുന്നില്ല. ചിക്കൻ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇവിടെ കണ്ടപ്പോ തന്നെ പറഞ്ഞു നല്ല രസമുണ്ട് ആ ഡ്രസ്. അരിമേനെ കാണാൻ ഇവ കേട്ടടി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഡ്രസ്. ഇവിടുത്തെ നമ്മുടെ മുന്തിരിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാങ്ങാണ്ടി മാത്രമേ ഉള്ളൂ. അയ്യോ കഷ്ണോട് പോയി അപ്പുറത്തില്ല. ആ ഞാൻ കണ്ടു. ഞാൻ വരുമ്പോ എത്തിയാ ഞാൻ അവൾക്ക് വണ്ടി കാണിച്ചു കൊടുത്ത്. ആ വണ്ടി കണ്ടിട്ടുണ്ടോ ചോദിച്ചു. അപ്പൊ ഇവള് ആ നല്ല വണ്ടിയാലോ ഒന്ന്. അപ്പൊ ആള് താത്തി. അജയ് ചേട്ടന് ഒന്നുമില്ല. ടേസ്റ്റ് നോക്കണം ബാബു. ആയോ നോക്കിനി. എനിക്ക് നല്ല പൊരിഞ്ഞത് മതി. ഞാൻ എണ്ണ അധികം ഉപയോഗിച്ചില്ല കേട്ടാ. ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. നോർമൽ ഒരു ഇതിന്റെ ടേസ്റ്റ്. എണ്ണ വേണ്ടാത്തോണ്ട് ഞാൻ അധികം ഇട്ടിട്ടില്ല. എന്നാ കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും. എടാ ഡോറടച്ചടാ. വേണോ? കഴിച്ചാ? ഇത് കുടിച്ചോട്ടെ. അതല്ല ഇവൻ നമ്മുടെ അവിടെ എന്തിനേ ആ വാഷ്റൂമിൽ പോണേ സംബന്ധിച്ച് ചോദിക്കൂ. ഞാൻ ഈ വാഷ്റൂമിൽ പൊക്കോട്ടെ. ഒരു പ്ലേറ്റും കൂടി ഇവിടെ ഫ്രൂട്ട്സ് വെക്കണ്ട്. സെറഫ്ക്ക് അത് കുടിക്കും. ഞാൻ ഒന്നും കൂടെ റീഫിൽ ചെയ്യാം. എങ്ങനെയുണ്ട് ബാക്കി അതൊന്നും തിന്നല്ലേ തിന്നല്ലേ. ഇവനെ പറയാം. അയ്യോ പിന്നെ ഒന്നുകൂടി പറയാ. യെസ് ഗൈസ് എത്തിക്കഴിഞ്ഞു. സെറ്റ് ഔട്ട്സ് ഇതാ എത്തിയിരിക്കുകയാണ്. അല്ല എന്റെ കിഡ്നിക്ക് സുഖല്ലേ? ഇവിടെ കിഡ്നിയല്ല നിങ്ങൾ രണ്ടൊരു മാച്ചിങ് ആണ്. വെള്ളി വെള്ളി അത് പിന്നെ കിഡ്നി ഒരു കിഡ്നി ഇരിക്കല്ലേ? കിഡ്നി ഇറങ്ങിയാ എപ്പിസോഡ് ഇറങ്ങിയാ എന്റെ ആരൊക്കെ പറഞ്ഞ രണ്ട് തെറിയുണ്ട്. നിനക്ക് നാണാവില്ലേ ഇങ്ങനൊക്കെ പറയാനായിട്ട് ഇപ്പൊ പരസ്യമായിട്ടിരുന്നു. ഞാൻ എഴുന്നേറ്റിട്ട് സോറി ഞാൻ എഴുന്നേറ്റിട്ട് ഒന്നും സ്വപ്നം കാണാൻ അല്ല എഴുന്നേറ്റിട്ട് 5 മിനിറ്റ് ആലോചിച്ചു. ഇത് സ്വപ്നല്ലേ? അതെ കിഡ്നി തപ്പി നോക്കണുണ്ടോ? അങ്ങനെ നോക്കിയില്ല. പക്ഷെ ഞാൻ ആലോചിച്ചു. യൂറിൻ ബാഗ് നോക്കി പറഞ്ഞിട്ടില്ല എങ്ങനെയുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അടിപൊളി. പാത്തുനൊന്നൊരു ഉമ്മ കൊടുത്ത കാണട്ടെ. അവളെ ഒരു പബ്ലിക്കായിട്ട് എടാ വിന്നി കൊടുക്കില്ലാന്ന്, ഉമ്മം കൊടുക്കില്ലാന്ന് പാത്തുവിന് കൊടുത്തില്ല. എന്നിട്ട് നീ എന്താ അങ്ങനെയൊക്കെ പറയണത്? ഒരു ഉമ്മം കൊടുത്ത മതിയാ. പിന്നീട് പറഞ്ഞു പാത്തുവിന് ഒരു ഉമ്മം കൊടുക്ക്, ചെമ്മീൻ ഇഷ്ടം. പിന്നീട് കൊടുക്കൂല, ആകെ ഇക്കാക്ക് മാത്രമേ കൊടുക്കുള്ളൂ. ഞങ്ങക്ക് വിനി ദീദിക്ക് ഒരുപാട് ആരാധകരായി കഴിഞ്ഞാൽ അവരോടൊക്കെ എന്താ പറയാനുള്ളത്? നന്ദി നമസ്കാരം. നല്ല ഭംഗിയുണ്ട് കമ്മലാണ്. ഇത് പോകുമ്പോ തരാൻ. ആ ശരി. സാധാരണ വേണ്ടോ? അങ്ങനെയായിരുന്നു പറയേണ്ടിയിരുന്നത്. അങ്ങനെ പറയുന്ന പ്രതീക്ഷിച്ചിട്ടാണ് ഇവ ചോദിച്ചത്. സത്യം പോയി എന്തായാലും ഇവ കിഡ്നി വരെ കൊടുത്തതാ. കമ്മല് തരാണ്ടിരിക്കുക. കമ്മല് മുളകിട്ട ആപ്പിള്. മുളകിട്ട ആപ്പിളല്ല, അത് പീച്ചല്ലേ? എനിക്ക് 2 ഡ്രസ്സൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. സർഫിന് ഞാൻ 2 ഷടിയും കൊണ്ടുണ്ടല്ലോ. അതുകൊണ്ട് വേണ്ട. അതിനത് വേണ്ട. ഇവന്റെ പുതിയതായിരിക്കും, അതാരണം കുഴപ്പമില്ല. എന്റെ മോനെ, അപ്പൊ നമ്മുടെ ടേബിൾ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. വിഭവസമൃദ്ധമായ ഫ്രൂട്ട്സും നട്ട്സും ജ്യൂസും എല്ലാമായിട്ടൊരു ഹെൽത്തി സെറ്റപ്പ് ആണ് ഇവിടെ ഉള്ളത്. സമീർക്ക് എന്തായാലും പറയാനുള്ളത്? വന്നത് കേൾക്കായിരുന്നു. അതെ, നല്ലാണ്. ഇതിനേക്കാൾ ഹെൽത്തി നിന്റെ സംസാരമാണ്. ഞാൻ ആദ്യമായിട്ട് കഴിക്കണം. ഏത് പീച്ച? സർഫ് എന്താടാ എനിക്ക് പീച്ചൊന്നും വാങ്ങിക്കൊടുക്കാത്തെ? മേടിച്ചു കൊടുക്കാറില്ല. അവള് വാങ്ങിക്കൊടുത്ത പിടിച്ച് പീച്ചു. ക്യൂട്ട്നെസ് ഒക്കെ സബ്സ്ക്രൈബേഴ്സിന് കാണിക്കാൻ. എന്റെ പൊന്നെ, മുഖത്ത് അങ്ങനെ ഒരു എക്സ്പ്രഷൻ അല്ലേ? കാണുന്നു. ഇങ്ങനെ അതെ എനിക്ക് തോന്നി.
അല്ല ഇത് കാര്യമായിട്ട് വന്നതാണ് ഞാൻ പക്ഷേ എക്സ്പ്രഷൻ കണ്ടൊക്കെ പീച്ച് തിന്നാൻ തോന്നിപ്പോയി. ഗൈസ്, അപ്പൊ ഇതൊക്കെ പാത്തുവിന്റെ പറമ്പിൽ ഉണ്ടായ സംഭവങ്ങളാണ്. ഇത് ഇവിടുത്തെ മാങ്ങ, ആപ്പിള്, ഇത് ആപ്രിക്കോട്ട്, ഇത് തണ്ണിമത്തൻ, ഇത് ഒലിവ്, ഇത് വന്നിട്ട് മുന്തിരി, ഇത് പീച്ച്, ഇത് ഗ്രേപ്പ്, ഇത് ബെറി. കോമ്പറ്റീഷൻ പോലെ നിങ്ങളുടെ രണ്ടുപേരും വാദിച്ചെടുത്ത് എന്ത് രാകേഷ് വരും കേട്ടോ, അവന് ബാക്കി വെക്കണേ. മോനേതാ? ഗൈസ്, കണ്ണൂരിന്റെ മുത്തുമണിയും ചക്കര കുഞ്ഞും ഇവിടെ എത്തിയിരിക്കുകയാണ്. 11 മണി ആക്കിയത് അതിന് വന്ന സമയം എല്ലാരും എത്തിയില്ലേ? ഏറ്റവും കൂടുതൽ നോക്ക്, അവനെത്തിയില്ലേ? അവനെത്തിയത് 40. അവരുടെ 11:40 പറഞ്ഞിട്ട് 10:00 എത്തിയില്ലേ? 11:40 വിളിച്ചിട്ട് അപ്പൊ വിന്നി എണ്ണ തേക്കുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞ തമ്പുരാട്ടിന്റെ നീരാട്ടൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോ അത്യാവശ്യം ടൈം എടുക്കും. എടാ ഞാൻ വരെ നേരത്തെ എത്തി. സോറി, ഇത് എന്റെ വീടല്ലേ. രാകേഷ്, നിന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് എന്താ പറയാനുള്ളത്? അപ്പൊ യാരാവാവയുടെ ബർത്ത്ഡേ വീഡിയോ എപ്പോ വരും? അതിന് ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി. ഇവൻ വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ ഇവനോട് അന്നേരം പറഞ്ഞ വീഡിയോ എടുക്കാം. ഇവൻ പക്ഷെ വീഡിയോ എടുക്കാതെ വന്നു. ഇവന് നാണക്കേട്. സമിലിക്ക പറയണു. ഈ നീ എടുക്കൂന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് എടുക്കാൻ ഞാൻ. അല്ല, സത്യത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇല്ലെങ്കിൽ ഇവൻ വീഡിയോ എടുക്കുമായിരുന്നു. ഇവൻ വീഡിയോ എടുത്തിട്ടില്ല. പക്ഷെ ഇനി ഇവന്റെ വീഡിയോയിൽ ഇടയിലൊക്കെ നമ്മളെ കാണാം. അല്ല, വീഡിയോ അതൊന്നല്ല ചോദ്യം. നിന്റെ മോളെ ബർത്ത്ഡേ വീഡിയോ എപ്പോ വരും? വീഡിയോ എടുത്തിട്ടില്ല. ബർത്ത്ഡേ വീഡിയോ നമ്മൾ കുറച്ചിങ്ങനെ ഒരു ഷൂട്ട് ചെയ്ത് വെച്ചതേ ഉള്ളൂ. പക്ഷെ വ്ലോഗ് ആയിട്ട് നമ്മൾ എടുത്തിട്ടില്ല. അതാണ് സത്യം. കറിയോ അതാണ് സത്യം. എന്നോടൊന്നും തെറ്റിയതല്ല. അതാണ് സത്യം. അതാണ് സത്യം. വീഡിയോ എടുത്തിട്ടില്ല. നമ്മൾ അതിനുശേഷം നമ്മൾ വിചാരിച്ചാൽ വീഡിയോ എടുക്കാമായിരുന്നു, പക്ഷെ എടുക്കാൻ പറ്റിയില്ല. ഇതന്നെ 10 പ്രാവശ്യം നീ പറഞ്ഞു, മനസ്സിലായി. ഗൈസ്, ഇവിടെ യമുന വന്നിട്ടുണ്ട്. യമുന, നദികളിൽ സുന്ദരി യമുന. അപ്പൊ അതിനെ കുറിച്ച് എന്താ 2 വാക്ക് പറയാനുള്ളത്? യമുനയുടെ കണ്ണൂർ ഭാഷ കേൾക്കാൻ ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കണ്ണൂർ ഭാഷയില് 2 വാക്ക് എന്താ പറയണ്ടേ? എന്തെങ്കിലും പറയും. നിങ്ങൾ പറഞ്ഞ ഞാൻ പറയാം. നിനക്കെങ്ങനെ ഈ സാധനം അങ്ങനെ വന്നത്? ഇപ്പൊ ആടെ വേണ്ടി ഞാൻ രാത്രിയോടേക്ക് നദികളിൽ സുന്ദരി ഇവിടുന്ന് ഇവരിങ്ങനത്തെ സാധനം ഇപ്പൊ തന്നെ അങ്ങനെ പറയായിരുന്നു. പാത്തുവിനോട് വേറൊരു സ്ഥലം പറഞ്ഞായിരുന്നു. നിന്റെ നേരത്തെ വേറൊരു സാധനം നിന്റെ ഉള്ളിന്ന് വന്നത് സ്പെഷ്യൽ. ഇന്നലെ രാത്രി അടിഞ്ഞിട്ട് രാകേഷ് വരുമ്പോ ഇങ്ങനെ പറയാം, സെമീൽക്കാനെ കാണുമ്പോ ഇങ്ങനെ പറയാം, കാണുമ്പോ ഇങ്ങനെ പറയാം. സത്യം. ഇവന്റെ കയ്യിലില്ലേ എന്തെങ്കിലും ബുക്കിൽ ഇവനെ എഴുതി വെച്ചിട്ടുണ്ടാവും ഈ സാധനങ്ങളൊക്കെ. നിങ്ങൾ വിചാരിക്കുന്നത് കൗണ്ടറല്ല, എല്ലാം ഇവൻ നോട്ട് ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്യുന്നതാണ്. എടാ, ഒരു വയസ്സായി. എന്താ പരിപാടി? ജ്യൂസ് വേണോ? നാണം വന്നിട്ട് മറ്റേ ഇതാക്കുന്ന പോലെ കളം പറിച്ച് സോക്സ് എടുത്ത് വെളിയിലെത്തി. ഇവൻ എല്ലാരും നമ്മളെ പഠിച്ചു പഠിച്ചോണ്ടിരിക്കാന്ന് വെറുതെ പറഞ്ഞ. എല്ലാവരും വന്നു ഗൈസ്, നമ്മൾ അടിച്ചു പൊളിച്ചോണ്ടിരിക്കുക. ഇനി ആ വെറുതെ പറഞ്ഞതും കൂടെ ഉണ്ട്. ഇതില്ലേ, കാലം എത്ര കഴിഞ്ഞാലും മറ്റേ എന്തൊരു സ്വർണത്തിന്റെ പരസ്യമില്ലേ, അതുപോലെയാണ്. എത്ര കഴിഞ്ഞാലും അന്നും ഇന്നും ഒരുപോലെ. അതെ, അതാണ് മാറ്റി. അത് ശരിയാണല്ലോ. മാറ്റമില്ലാത്തത് എന്തിനാണ്? അതാണ് മാറ്റം. അതാണ് നീ. മാറ്റല്ലാണ്, അത് കൊളാക്കി. അടുത്ത ബ്ലോഗില് ഇല്ല ഞാൻ പറയല്ലോ. എല്ലാരും പറയായിരുന്നു അവരവരുടെ എല്ലാരും മാറ്റി പോകും. പക്ഷെ ഫമിലിക്ക് മാത്രം കിട്ടിയത് 10.5 മാറ്റാണ്. അങ്ങനല്ല, ഇതിനെ മാറ്റിട്ട് എടുക്കുമായിരിക്കും. ഗൈസ്, അങ്ങനെ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഫിഷ് ഗ്രില്ലുണ്ട്, ചെമ്മീനുണ്ട്, ചിക്കൻ ഉണ്ട്, സവാള തക്കാളി വെട്ടിയതുണ്ട്, കുബൂസ് ഉണ്ട്, തണ്ണിമത്തനുണ്ട്, സമീനൊക്കെ ഉണ്ട്. ഗൈസ്, ഇതെന്താ പുതിയ ലുക്കില് ചുമട്ട് തൊഴിലാളി. നിങ്ങൾ രണ്ടുപേരും നല്ല മാച്ച് ഉണ്ട്. കിഡ്നിയല്ലേ? ഓ, മിക്കി മൗസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അത് ഞെക്കിയതല്ലടി. ഒന്നല്ല, സോണിക്. സ്പൈഡർമാൻ ഇങ്ങനെയായി. സ്പൈഡർമാൻ സ്റ്റേറ്റർമാൻ.
ഫഹദ് ഫാസിൽ ഇങ്ങനെ നിൽക്കുന്നു മറ്റേ ആവേശം. ലെഗ് പീസ് ഇല്ലല്ലോ. ഇത് 4 കാലുള്ള കോഴിയെ പൊന്നു. Every chicken has 4 legs. അതിപ്പോ Small banana, big banana. എങ്ങനെ തിന്നല് ബനാന? താങ്ക് യു Melted chocolate. ഗൈസ്. അങ്ങനെ മധുര വിതരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദുബായ് ചോക്ലേറ്റ്. ഗൈസ് അങ്ങനെ ഞങ്ങള് കോഫി, ഞാൻ രാകേഷ് ചേട്ടൻ, യമു, വിന്നി, പാത്തു വീട്ടിലിരുന്ന് കോഫി കുടിച്ച് ചില്ലടിച്ചിരിക്കുന്ന നേരം കൊണ്ട് നമ്മുടെ സമീലിക്കയും അജയ് ചേട്ടനും പിള്ളേരും ഷറഫ്കയും പൂളി പോയി തിമിർക്കുണ്ട്. നമുക്ക് പോയി നോക്കാം എന്തായാലും. ഞങ്ങളിവിടെ വെള്ളത്തിൽ പരിപാടികൾ ഞങ്ങളിവിടെ വെള്ളത്തിൽ പുഷപ്പ് ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോ കരയിലുള്ള പുഷപ്പ് പോരാണ് എനിക്ക്. ബിഷപ്പ് തന്നെ തള്ളി മറിക്കുന്നു. അപ്പൊ അതിന്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം എൻജോയിങ് ഗൈസ്, എൻജോയിങ്. യോ യോ ഉള്ളിൽ നെഞ്ചോണ്ട് ഏറ്റവും അങ്ങനെ ഇടക്കിടക്ക് വീണ്ടും കരഞ്ഞിട്ട് വീണ്ടും എഴുതി. നമ്മൾ എൻജോയിങ് ഗൈസ്, എൻജോയിങ്. അതാ 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 അതാരാ? അല്ല ഇവതി സമീലിക്ക ഇവിടെ പൂളിലും ബോറടിച്ച് നിൽക്കുന്നു. എന്താ അവസ്ഥ നോക്ക്. ഇവൻ രാവിലെ വന്നാ ഇതുവരെ നിർത്തിയില്ലേ ഇവന്റെ. ഇത് വേറെ ഭാഗത്ത്. ഹലോ, ഇതില് മറ്റേ പാട്ട് മാത്രം വരുള്ളൂ, പേടിക്കണ്ടെന്ന്. ഗൈസ് നമ്മുടെ സ്വിമ്മിംഗ് പൂളിലെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പോകുന്നത് ചായ കുടിക്കാൻ വേണ്ടിയാണ്. സമീലൊക്കെ ബാക്കിലുണ്ട്. ഇപ്പൊ നിന്നെ കാണാൻ മറ്റേ ഇതിലെ പൃഥ്വിരാജ് ചെയ്തൊരു മൂവി ഇല്ല, ഇങ്ങനെ ഷാളിലും കെട്ടിട്ട്. എന്ത് പടത്തിന്റെ പേര്? അതേതാ പടം? അൻവർ യോ അല്ലേ? പക്ഷെ ഒന്നും കൂടി ശരിക്കും നോക്കുമ്പോ ബംഗാളി പണിക്കാരനെ പോലും മുട്ടിക്കാൻ താല്പര്യമില്ല. ഇത് വാമോളൂ. എല്ലാരും കം കം എന്ന് പറയുന്ന ഗൈസ് അപ്പോ പിറ്റേ ദിവസമായിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ നമ്മളിവിടെ ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് അടിച്ചു പൊളിച്ചു. സ്വിമ്മിംഗ് പൂളിൽ പോയി വന്നതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാനൊക്കെ പുറത്തേക്ക് പോയി. അതിനൊന്നും വിഷയം എടുക്കാൻ പറ്റില്ല, നമ്മൾ ഫുൾ ബിസി ആയിരുന്നു ഗൈസ്. ഇപ്പൊ നേരം വെളുത്തു, അവരെല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോയി. ഞാനും ഇവയും ഇവിടെ ഉണ്ട്. ഞാനും ഇവയും ഇന്നലെ ഇവിടെ ആയിരുന്നു സ്റ്റേ. അപ്പൊ രാവിലെ എഴുന്നേറ്റു. പാത്തുവിന്റെ വിഭവസമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രെഡ് ഉണ്ട്, ഓംലെറ്റ് ഉണ്ട്, അവക്കാഡോ, തക്കാളി, ഗ്വാക്കോമോളി ഇവിടെ ഉണ്ട്, കട്ട് ഫ്രൂട്ട്സ് ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് ഓട്സും മിൽക്കും സംഭവങ്ങളായിട്ടുള്ള സംഭവം ഉണ്ട് ഗൈസ്. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കാൻ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. UAE സമയം രാവിലെ 10:30, ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്കും. അപ്പോ ബൈ ഗൈസ്.